ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് നല്ല അടിപൊളി ഒരു ചോക്ലേറ്റ് കേക്കാണ്. ഞാനിവിടെ മിക്സി ഉപയോഗിച്ചിട്ടാണ് ഈ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഈ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഓവൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ഒരു കടായിൽ വെച്ചിട്ടാണ് ഞാൻ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നത്. കണ്ടാൽ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണിത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഉള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന കേക്കാണിത്. നമുക്കിതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ ഇതിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ നമുക്ക് 1/4 കപ്പ് പഞ്ചസാര വേണ്ട. 1/4 കപ്പിൽ നിന്ന് 1 ടീസ്പൂൺ മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള പഞ്ചസാര ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സിയിൽ കറക്റ്റ് 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മിക്സ് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് പാൽ കൂടി എടുത്തിട്ടുണ്ട്. ആ പാലും നമുക്ക് ചേർത്ത് കൊടുക്കാം. പാൽ ഇത്തിരീശ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും മൈദ ചേർത്ത് കൊടുത്തിട്ട് മൈദയുടെ മിക്സ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പം മൈദയും പാലും എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നല്ല സോഫ്റ്റ് ബാറ്ററായിട്ട് ഇത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചൂടായി കിടക്കുന്ന കടായിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു റിങ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഏറ്റവും സിമ്മിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഞാനിവിടെ 1 മണിക്കൂർ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് വെന്തോന്ന് നോക്കാം. ഇതിപ്പോൾ എല്ലാം കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഞാൻ ഇനി ഇതിലേക്ക് കുറച്ച്, അതായത് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 1/2 കപ്പ് മിൽക്ക് ചോക്ലേറ്റും കൂടിയിട്ട് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് നമുക്കിതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് അരികത്ത് കൂടെയും വെച്ച് കൊടുക്കാം. നമുക്കിനി ഈ കേക്ക് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് വെച്ചതിന് ശേഷം കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. എന്താ, നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി വീണ്ടും പുതിയ റെസിപ്പികളുമായിട്ട് കാണുന്നത് വരെ ഓക്കെ, താങ്ക് യു.